ഹലോ ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസീദ് മധുസൂദനൻ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നതിന് മുന്നേ എല്ലാവരുടെ ഒറ്റ കാര്യം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ തീർച്ചയായിട്ടും ചെയ്യുക. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക. ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എം ടി വാസുദേവൻ നായർ അഥവാ മലയാളത്തിന്റെ MT, അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു. MT വാസുദേവൻ നായർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ മലയാളത്തിന്റെ സാഹിത്യ മേഖലയിലും ചലച്ചിത്ര മേഖലയിലും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു ഇതിഹാസം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലേ. ചില ആളുകളുണ്ട്, അവർക്ക് പകരം വെക്കാൻ ആളില്ലാത്ത രീതിയിലുള്ള ചില ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആളായിരുന്നു ഈ MT വാസുദേവൻ നായർ എന്ന് പറയുന്ന ഈ മഹാവൃക്ഷം. അദ്ദേഹം നമ്മുടെ മലയാളത്തിന്റെ സാഹിത്യ ലോകത്തിന്റെ ആ ഒരു കീർത്തി, അല്ലെങ്കിൽ ചലച്ചിത്ര ലോകത്തിന്റെ ആ ഒരു കീർത്തി ലോകമെമ്പാടും എത്തിച്ച ഒരു ഇതിഹാസം തന്നെയാണ്. അപ്പൊ അദ്ദേഹമാണ് നമ്മളോട് കഴിഞ്ഞ ദിവസം വിട പറഞ്ഞു പോയിരിക്കുന്നത്. MT പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ, നമ്മുടെ മലയാളത്തിന്റെ താരരാജാക്കന്മാർ, അതിപ്പോ മമ്മൂട്ടി, മോഹൻലാൽ, എല്ലാവരും അവരുടെ സിനിമാ ജീവിതത്തിന്റെ ഒരു നല്ലൊരു ശതമാനവും അവര് ഇദ്ദേഹത്തോട് MT കടപ്പെട്ടിരിക്കുന്നവരാണ് എന്നവര് പലപ്പോഴും പല ആവർത്തി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞു, MT എന്നെ കണ്ടെത്തുകയായിരുന്നില്ല, ഞാൻ അദ്ദേഹത്തിലേക്ക് ചെന്നെത്തുകയായിരുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത്രമാത്രം പ്രാധാന്യം ഇവരുടെ ഓരോരുത്തരുടെയും ലൈഫിൽ MT ഉണ്ടായിരുന്നു. മമ്മൂട്ടി എന്ന ആ ഒരു നടനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് ആദ്യം കടന്നു വരുന്നത് വടക്കൻ വീരഗാഥയിലെ ചന്തുവാണ്, അല്ലെ? അത് മുതൽ ഇങ്ങോട്ട് കേരളവർമ്മ, പഴശ്ശിരാജ വരെ മമ്മൂട്ടിയുടെ സിനിമകൾ. അതുപോലെ മോഹൻലാലിന്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമൃതം ഗമയ, സതയം, ഒരു ഒട്ടനവധി പിന്നെ ചിത്രങ്ങൾ, ഇവരുടെ എല്ലാവരുടെയും ചിത്രങ്ങൾക്ക് പിന്നിൽ ഒന്നുകിൽ തിരക്കഥ അല്ലെങ്കിൽ സംവിധാനം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് MT വാസുദേവൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ നോവലുകൾ, അതിലെ കഥാപാത്രങ്ങൾ, അതിലെ ചില സംഭാഷണങ്ങൾ, ഇതൊക്കെ നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മുടെ ഓർത്തിരിക്കാൻ പറ്റുന്നതും മലയാള സാഹിത്യ ലോകത്തിന് ഒരു പൊൻതൂവൽ എന്നുള്ള രീതിയിൽ പറയാവുന്നതുമാണ്. അപ്പൊ ആ ഒരു വ്യക്തി നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു MT എന്നൊരു വ്യക്തിയെ പറ്റിയിട്ട് ഒന്ന് ആഴത്തിൽ പഠിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് നോവലുകളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. MTയുടെ തിരക്കഥകൾ എന്നൊരു ബുക്ക് ഞാനത് എടുത്ത് വായിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അത് പാതി വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത കേൾക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയണം എന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ നോവലുകളെല്ലാം വായിക്കണം. MT വാസുദേവൻ നായർ എന്ന മലയാളത്തിന്റെ ആ ഒരു എന്താ പറയുന്ന സാഹിത്യ ഇതിഹാസത്തിന് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളും. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.